ഡിവൈഎഫ്ഐയും സേവാഭാരതിയും ആശുപത്രിയുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നുവെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കമ്മ്യൂണിറ്റി കിച്ചൻ ആലപ്പുഴയിൽ മാത്രം കൊണ്ടുവരാനാണ് ഇപ്പോൾ തീരുമാനം. ആലപ്പുഴയിൽ ഭക്ഷണ വിതരണത്തിനെതിരെ HDS അംഗങ്ങൾ പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് നടപടി. വയനാട് ദുരന്തത്തിൽ ഭക്ഷണം പാകം ചെയ്ത വൈറ്റ് ഗാർഡുമാരോട് ചെയ്തത് മറന്നോ എന്നും മന്ത്രി ചോദിച്ചിരിക്കുകയാണ്. എന്തായാലും വിവരങ്ങളുമായി ശ്യാമപ്രസാദ് ചേരുന്നുണ്ട്. ശ്യാമപ്രസാദ്, ഇതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യങ്ങൾ ഇന്നും ഇന്നലെയും അല്ല. ഡിവൈഎഫ്ഐ ആയാലും ശരി, അതിനും എത്രയോ കാലം മുൻപ് സേവാഭാരതി ആണെങ്കിലും ശരി, ആശുപത്രികളിലെത്തുന്ന സാധാരണക്കാർക്ക് ഭക്ഷണ വിതരണം നടത്തുന്നത് കാലങ്ങളായി അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ എവിടെ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അത് HDS അംഗങ്ങളുടെ പരാതി ഉയരാനുള്ള കാരണങ്ങളുമില്ല. പക്ഷേ അപ്പോഴും അതിലൊരു രാഷ്ട്രീയ കണ്ണ് കാണുകയാണ് സംസ്ഥാനത്തിൻ്റെ ആരോഗ്യമന്ത്രി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇദ്ദേഹത്തിന് സാമന്ത രാജാവാണെന്നുള്ള തോന്നലുണ്ടോ എന്നുള്ള സംശയമുണ്ട്. കാരണം മറ്റാരും ആശുപത്രിയിൽ കയറണ്ട, ഞാൻ പറയുന്നതാണ് അവസാന വാക്ക് എന്നൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണവും ഉണ്ടായതാണ്. ശ്യാമപ്രസാദ്, പൊതിച്ചോറ് വിവാദത്തിൽ ഇത്തരത്തിൽ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ്റെ മലക്കമറിച്ചിലാണ് ഇന്ന് വീണ്ടും കാണുന്നത്. പ്രധാനമായും കാലാകാലങ്ങളായി സേവാഭാരതി ഉൾപ്പെടെയുള്ള സംഘടനകളെല്ലാം തന്നെ ആശുപത്രിയിൽ പൊതിച്ചോറ് വിതരണത്തിന് മുന്നിട്ടിറങ്ങുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. എന്നാൽ നിലവിൽ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇത്തരത്തിൽ കടുത്ത ആരോപണമാണ് സേവാഭാരതിക്കെതിരെ കെ മുരളീധരൻ നടത്തിയിരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇതിന് പിന്നിൽ ചില രാഷ്ട്രീയങ്ങൾ കൂടിയുണ്ട്. ആലപ്പുഴയിൽ മാത്രമാണ് ഇത്തരത്തിൽ ഈ ഒരു പൊതിച്ചോറുമായി ബന്ധപ്പെട്ട് താനിപ്പോൾ പ്രതികരണം നടത്തിയതെന്നാണ് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ്റെ വിശദീകരണം. അത് ഈ സ്ഥലത്തെ ലാബുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ നിലവിൽ ചിലർ പ്രവർത്തിക്കുന്നു. അങ്ങനെയാണ് ഇതിനെതിരെ വിശദീകരണം നടത്തിയതെന്നും പ്രതികരിച്ചതെന്നുമാണ് ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം. ഒപ്പം തന്നെ HDS അംഗങ്ങളുടെ പരാതി കൂടി ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആലപ്പുഴയിൽ മാത്രമായി കമ്മ്യൂണിറ്റി കിച്ചൺ ആരംഭിക്കാൻ പദ്ധതിയിട്ടെന്നുമായിരുന്നു ഇപ്പോൾ ആരോഗ്യമന്ത്രിയുടെ ഒടുവിലത്തെ മലക്കമറിച്ചിലെ പ്രതികരണം കൂടി ഇപ്പോൾ ശ്രദ്ധേയമായിരിക്കുന്നത്. എന്തായാലും നമുക്കറിയാം, ചൂരൽമലയിലും ഒപ്പം തന്നെ മറ്റ് വയനാട്ടിലടക്കം പ്രളയത്തിലും കോവിഡിലുമെല്ലാം കൈകോർത്ത് മുന്നോട്ടിറങ്ങിയ സേവാഭാരതി ഉൾപ്പെടെയുള്ള സന്നദ്ധ സംഘടനകൾ മുൻകാലങ്ങളിലെല്ലാം തന്നെ നടത്തിയ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളിലെല്ലാം കിട്ടിയ സ്വീകാര്യതയെല്ലാം തന്നെ പ്രധാനമായും അടിവരയിട്ട് പറയേണ്ട കാര്യം തന്നെയാണ്. അത് ലോകമാകമാനം പ്രശംസ നേടിയ ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതിനെയെല്ലാം അല്ലെങ്കിൽ എന്തടിസ്ഥാനത്തിലാണ് എതിർക്കുന്നതെന്നുള്ള ഒരു ചോദ്യമാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രിയുടെ ഈ ഒരു പ്രതികരണത്തിലൂടെ ഇപ്പോൾ ഉയർന്നു വരുന്നത്. എന്തായാലും നിലവിൽ ഈ കാര്യത്തിൽ ഈ ലാബുകളുടെ ആലപ്പുഴയിൽ പ്രവർത്തിക്കുന്ന ഈ ലാബുകൾക്ക് പിന്നിൽ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം ഇതിന് വളമാകുന്ന കാഴ്ചയിലാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രിയുടെ ഈ ഒടുവിലത്തെ ഒരു പ്രതികരണം വന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പ്രജിത്ത്. ഓക്കെ ശ്യാമ, എന്തായാലും കെ മുരളീധരൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സേവാഭാരതിയും ഡിവൈഎഫ്ഐയും ഒന്നും ഇന്നും ഇന്നലെയുമല്ല ആശുപത്രികളിൽ ഭക്ഷണ വിതരണം തുടങ്ങുന്നത്. അതിന് രാഷ്ട്രീയം കാണുന്നത് നിങ്ങളുടെ കണ്ണിലാണ്. ആ തെറ്റാണ് ആ കാഴ്ചപ്പാട് എന്നുള്ളത് വിവിധ രാഷ്ട്രീയ സംവിധാനങ്ങളിലുള്ള ആളുകൾ തന്നെ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. മന്ത്രി ആ തീരുമാനങ്ങൾ തിരുത്തുമോ എന്നത് കാത്തിരുന്ന് കാണാം.